ലോകമെമ്പാടും ഭാഗ്യക്കുറി സമ്പ്രദായമുണ്ടെങ്കിലും സർക്കാർ നേരിട്ട് നടത്തുന്ന രാജ്യത്തെ ഏക ഭാഗ്യക്കുറിയായ കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും ജോലി നൽകുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഏജന്റായ KS ശിവരാമന് ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഈ ഏതാണ്ട് 2 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ ഒരു വകുപ്പിൻ്റെയും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഭാവങ്ങളും നേരുന്നു. ഈ വർഷത്തെ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒരു നല്ല ശോഭനമായ ഒരു ഭാവിയിലേക്കും അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലൊക്കെ ഈ മേഖല വളർന്ന് വികസിച്ച് ഇതിൽ ആശ്രയിച്ച് ജീവിക്കുന്ന 2 ലക്ഷം പേരുടെ ജീവിതങ്ങളിൽ പ്രകാശം പരത്തുവാൻ ഇവരുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് 2 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖല, അതുപോലെ കേരള സർക്കാരിന് ഏറ്റവും അധികം റവന്യൂ നൽകുന്ന ഒരു മേഖലയായ കേരളത്തിന്റെ സംസ്ഥാന ഭാഗ്യക്കുറി മേഖലയിൽ അധ്യക്ഷ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വാർഡ് കൗൺസിലർ ആതിര ജോഷി അധ്യക്ഷയായിരുന്നു. GST തുക 40% വർദ്ധിപ്പിച്ചിട്ടും ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാതെ സമ്മാനത്തുക വർദ്ധിപ്പിച്ച സർക്കാർ നടപടി അഭിനന്ദനീയമാണെന്ന് ആതിര ജോഷി പറഞ്ഞു. ഇടുക്കി ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ ക്രിസ്റ്റി മൈക്കിൾ, ഗിരീഷ് കുമാർ, GKS ദേവകുമാർ, അനുഷൻ കുളമാവ്, B അജിത് കുമാർ, തങ്കച്ചൻ കാരക്കാവയലിൽ, KK ഗോപാലകൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ പ്രിയ S തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ക്ഷേമനിധി ഓഫീസർ ജോസഫ് സൈമൺ, ഏജന്റുമാർ, വിൽപ്പനക്കാർ, ഭാഗ്യക്കുറി വകുപ്പ് ജീവനക്കാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ മാത്രമേ വിപണനത്തിനായി എത്തിക്കാറുള്ളൂ എന്നും വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി ടിക്കറ്റ് വാങ്ങി പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നും ലോട്ടറി വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ.